കാർഷികോൽപ്പന്ന വിപണന മേഖല കോർപ്പറേറ്റ് ഭീമന്മാർക്ക് കൈമാറുന്നതിന്റെ ചരിത്രം ആരംഭിക്കുന്നത് നരസിംഹറാവുവിൽ നിന്നാണ്. ഈ വിഷയത്തിൽ എ.ബി. വാജ്പേയിക്കും മൻമോഹൻ സിംഗിനും നരേന്ദ്രമോദിക്കുമെല്ലാം ഏകാഭിപ്രായമായിരുന്നു. കോർപ്പറേറ്റുകൾ കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്നും കർഷകരുടെ വരുമാനം വൻതോതിൽ വർദ്ധിക്കുമെന്നുമെല്ലാമാണ് ഇവർ പറഞ്ഞിരുന്നത്. ഇനി മഹാരാഷ്ട്രയിലെ നാസിക്കിലെ പാറട്ടി എന്ന ഗ്രാമത്തിലേക്ക് പോകാം. ആഗോളവൽക്കരണ കാർഷിക സാമ്പത്തിക സിദ്ധാന്തത്തിന്റെ ഇരയാണ് ഈ ഗ്രാമം. കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവില ഉയർത്തണം, എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കൂ. അല്ലാത്തപക്ഷം ഇപ്പോൾ മനുഷ്യർ ഭക്ഷിക്കുന്ന പല സാധനങ്ങളും കാലിത്തീറ്റകളായി മാറും. ഒപ്പം രാജ്യത്ത് കർഷക ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കും. ഇവിടെ പാണ്ഡുരംഗ സഹാനി എന്ന ഒരു കർഷകനുണ്ട്. ഈ കർഷകന്റെ പ്രധാന ഉൽപ്പന്നം തക്കാളിയാണ്. 1 കിലോ തക്കാളി ഇടനിലക്കാരൻ മുഖേന വിറ്റാൽ പാണ്ഡുരംഗയ്ക്ക് ലഭിക്കുന്നത് വെറും 2 രൂപ. വീട്ടിലെ പശുവിന് തക്കാളി തിന്നാൻ കൊടുത്താൽ കാലിത്തീറ്റയ്ക്കായുള്ള പണം ലാഭം. मार्केटला सोडायला इडून गाडी भाडं नाही सोडाई, आमची मजुरांना पैसे द्यायला लागतात. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ പാറട്ടി ഗ്രാമത്തിലെ പാണ്ഡുരംഗ എന്ന കർഷകരിൽ നിന്ന് ഇനി പോകേണ്ടത് നഗരങ്ങളിലേക്കാണ്. ചെറിയ നഗരങ്ങളിൽ പോലും ഇന്ന് കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വൻ ഷോപ്പിംഗ് മാളുകളുണ്ട്. പാണ്ഡുരംഗയെപ്പോലുള്ള കർഷകരിൽ നിന്ന് നക്കാപ്പിച്ച വിലയ്ക്ക് വാങ്ങിച്ച തക്കാളി അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഫ്രഷ് എന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാം. ഇവിടെ പാണ്ഡുരംഗയെപ്പോലുള്ളവരിൽ നിന്ന് സംഭരിച്ച തക്കാളി വിൽക്കാൻ വെച്ചിരിക്കുന്നു. 1 കിലോ തക്കാളിയുടെ വില 39 രൂപ. പച്ചക്കറി വിപണന മേഖലയിൽ റിലയൻസിന്റെ മുഖ്യ എതിരാളി മോറാണ്. കുമാരമംഗലം ബിർളയാണ് മോറിന്റെ ഉടമസ്ഥൻ. ഇവിടെ 1 കിലോ തക്കാളിയുടെ വില 46 രൂപ. ഇനി ബിഗ് ബസാറിലേക്ക് പോകാം. കിഷോർ ബിയാനി എന്ന വ്യവസായ ഭീമനാണ് ബിഗ് ബസാറിന്റെ ഉടമസ്ഥൻ. 1 കിലോ തക്കാളിയുടെ വില ഇവിടെ 49 രൂപ. 1 കിലോ തക്കാളിക്ക് കർഷകന് ലഭിക്കുന്ന വില വെറും 2 രൂപയെങ്കിൽ കോർപ്പറേറ്റ് ഭീമന്മാർ വിൽക്കുന്നത് 39 മുതൽ 49 വരെ വിലയ്ക്കാണ്. ഇടനിലക്കാരുടെ വിഹിതം മാറ്റി നിർത്തിയാലും കർഷകന് ലഭിക്കുന്നതിന്റെ 10-15 ഇരട്ടി ശതകോടീശന്മാരുടെ കീശയിലെത്തും. കോവിഡ് മഹാമാരി കർഷകരെ തളർത്തി. പക്ഷേ കാർഷികോൽപ്പന്ന വിപണിയെ അതിവേഗം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യവസായ വാണിജ്യ ഭീമന്മാർ ഒട്ടും തളർന്നില്ല. റിലയൻസ് ഫ്രഷ് ഉടമ മുകേഷ് അംബാനിയും മോറിന്റെ ഉടമസ്ഥൻ കുമാരമംഗലം ബിർളയും ബിഗ് ബസാറിന്റെ ഉടമ കിഷോർ ബിയാനിയും അതിസമ്പന്നർ തന്നെ. ഇനി കർഷകരുടെ കാര്യമെടുക്കാം. നബാർഡിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ കർഷകരിലെ 52.5% പേർക്ക് കടബാധ്യതയുണ്ട്. ഒരു ശരാശരി ഇന്ത്യൻ കർഷകന്റെ കടബാധ്യത 1.04 ലക്ഷം രൂപയാണ്. പോയ വർഷത്തിൽ ഇന്ത്യയിൽ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്തത് 42,480 കർഷകരാണ്.